ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന മുത്തശ്ശിയുടെ കൈ എണ്ണയിട്ട് തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട് നല്ല വേദനയാണ്, കൈയുടെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറയുമ്പോൾ അലീന നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശി അലീനയോട് പതിയെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വൈജ ചോദിച്ച കാര്യം, നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്നാണ് ആദ്യം മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ ചോദിക്കാൻ കാര്യമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവിടെയല്ലേ താജ്മഹൽ, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഗംഗാധരന് അതായത് മുത്തശ്ശിയുടെ ഒരു മകനാണ്, ആദ്യ കുട്ടി ഉണ്ടായപ്പോഴേക്കും ആ കുട്ടിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതൊക്കെ ചോദിക്കും വൈജ മേഡം പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോഴാണോ വൈജ മേഡം പോയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും അവൾ ആദ്യമേ അല്ല വന്നത്, രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് വൈജ വന്നതെന്ന് പറയും. അപ്പോഴാണല്ലേ അവിടെ ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി അതേന്ന് പറയും. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഞാൻ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയണു നീ വൈജയോട് പറഞ്ഞായിരുന്നു ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന്, അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, എന്നെ പറഞ്ഞു വിടുന്നു പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴേക്കും ഞാൻ വെറുതെ അങ്ങോട്ട് വെച്ച് കഴിച്ചതാണ്, ആഗ്രയിലെ ചരിത്രം എനിക്കും അറിയാമെന്ന് കേട്ടോ. അപ്പം മുത്തശ്ശി ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട് ആഗ്രയിൽ എന്ത് ചരിത്രമാണ് നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒട്ടും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. അലീന ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആഗ്ര ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ എന്താ മേഡം ഇത്ര വരണ്ടു പോകാൻ കാര്യം, വരണ്ടു പോയി എന്തിനാ മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞേ, അപ്പം അവിടെ എന്തോ സംഭവിച്ചിട്ടില്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നു എന്ത് സംഭവിക്കാൻ, ഒന്നും ഇല്ലടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അലീന വിട്ടുകൊടുക്കുന്നില്ല. അലീന പറയുവാണ് ഇല്ല, ഞാൻ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ മേഡം വരണ്ടു, മേഡം മുത്തശ്ശിയോട് വന്ന് പറഞ്ഞു ചോദിച്ചു, നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് വൈജയന്തി എന്നിങ്ങനെ പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുന്നു വൈജ നിന്നെ പേടിക്കാൻ, അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുവാണ് വൈജയന്തി ആഗ്രഹം പോയ കാര്യം പറഞ്ഞത് മനുവേട്ടനാണ്, പിന്നെ വൈജയന്തി തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ പോയി നിന്നല്ലോ നമ്മുടെ മുത്തശ്ശിയുടെ ആങ്ങളുടെ, ആ കാര്യമൊക്കെ പറഞ്ഞത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അലീന പറയുവാണ് അത് മനുവേട്ടൻ ഇങ്ങനെ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്കും പറഞ്ഞതെന്ന് പറയുവാണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ആങ്ങളെയാണ് രാവുണ്ണി മേനോൻ, മരിച്ചുപോയി, ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പം മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആഗ്രയുടെ ചരിത്രങ്ങൾ പറഞ്ഞത്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുവാണ് അതൊക്കെ 10-23 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്, അതൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് കുഴിച്ചിട്ട് ദ്രവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ അലീന ചോദിക്കുവാണ് ആരെയാ മുത്തശ്ശി കുഴിച്ചിട്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് മനുഷ്യനൊന്നും അല്ലടി പഴയ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാന്ന് പറയുവാണ്. അപ്പം മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആഗ്രഹകഥകളെ കുറിച്ച് പറഞ്ഞതും പേടിച്ചതും ഒക്കെ. മുത്തശ്ശി കൈ തിരുമ്മിയത് മതിയെന്നും പറഞ്ഞ് വാങ്ങിച്ചെടുക്കുവാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടോ ഇത്ര വേഗം പിണങ്ങിയോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. പിന്നെ മുത്തശ്ശി പിണക്കൊക്കെ മാറ്റി കൈ കൊടുക്കുന്നുണ്ട്, നീ തിരുമിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന തിരുമ്മുവാണ്. മുത്തശ്ശി ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് അലീന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. അലീന വേറെ എന്തോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് അലീന അടുക്കളയിലേക്ക് പോവുകയാണ്. വാഷ് ബേസിൻ്റെ അടുത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. അതുകൊണ്ട് അലീന ഇങ്ങനെ നോക്കുവാണ് ഇത്രമാത്രം പാത്രം ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ അലീന അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴുകാൻ തുടങ്ങുമ്പോഴേക്കും കൃഷ്ണമോൾ വരികയാണ്. എന്ത് ചെയ്യുവാന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണമോൾ എത്തുവാണ്. അപ്പോൾ ചേച്ചിക്ക് റെസ്റ്റ് ചെയ്യേണ്ടതല്ലേ, ഈ പണിയൊക്കെ എന്തിനിങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ച് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കൃഷ്ണമോള് അത് വാങ്ങി ആ സ്ക്രബ്ബർ വാങ്ങിയിട്ട് പാത്രം കഴുകാൻ തുടങ്ങുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട മേഡം കണ്ടാൽ വഴക്കിടുന്നു പറയുമ്പോഴേക്കും മേഡത്തോട് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് കൃഷ്ണമോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അലീന സന്തോഷം കൊണ്ട് കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ, കഴുത്തിൽ കൂടെ കയറ്റി നിൽക്കുകയാണ്. അപ്പോൾ വൈജ അങ്ങോട്ട് വരികയാണ്. അലീന വെറുതെ നിൽക്കുന്നത് വൈജയ്ക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അലീനയെ കണ്ടപ്പോഴേക്കും കൃഷ്ണമോൾ അവിടെ നിൽക്കുന്നുണ്ടപ്പോഴേക്കും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ, കൃഷ്ണയെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ കൃഷ്ണയ്ക്ക് എന്താണെന്ന് ഇങ്ങനെ തിരികെ വൈജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് പഠിക്കുവാണ്, പുസ്തകം മാത്രം പഠിച്ചാൽ പോരല്ലോ, പാത്രം കഴുകാനൊക്കെ പഠിക്കണ്ടേന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട് അതിനല്ലേ ഇത് ഇവള് നിർത്തിയേക്കുന്നേ പാത്രം കഴുകാനൊക്കെയെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുവാണ് അവൾക്ക് റെസ്റ്റ് വേണമെന്ന് അറിയാൻ പാടില്ലേ മേഡത്തിനെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഞാഞ്ഞൂലും തലപൊക്കുന്നോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറയുവാണ്. അപ്പം നമ്മുടെ വൈജ പറയുവാണ് ഇതിൻ്റെ തർക്കുത്തരം ഇപ്പോൾ കൂടുന്നുണ്ട്, വന്ന് എന്തും പറയാനാവുമോ എന്നിങ്ങനെ ചോദിക്കുവാണ് കൃഷ്ണമോളോട്. എന്നിട്ട് വൈജ അലീനയോട് പറയുന്നുണ്ട് നീ വെറുതെ നിൽക്കുവാണെങ്കിൽ ഒരു ചായ ഇങ്ങോട്ട് എടുത്തേന്ന് പറയുവാണ്. അപ്പോൾ കൃഷ്ണമോൾ അലീനയോട് പറയുവാണ് അത് ശരിയാണ് ചേച്ചി, എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക, വെറുതെ നിൽക്കുന്നതാണ് മേഡത്തിന് കുഴപ്പം എന്ന് പറയുവാണ്. അപ്പോൾ വൈജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഇത് ഇത്തിരി കൂടുതലാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ അലീനയോട് പറയുവാണ് പിടിച്ച് നിൽക്കണ്ടേ ചേച്ചി, ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറയുവാണ്.
എന്നിട്ട് അലീന ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കും. നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അലീന പോയി ഡോർ തുറന്നു കൊടുക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വരുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഊണായോ, കറിയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന കറിയെല്ലാം ഉണ്ട്, വളരെ കുറച്ചേ വച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്, വയ്യാത്ത കാരണം. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നീ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി, അന്നുണ്ടാക്കിയത് അത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടെങ്കിൽ ബാക്കിയുള്ള കറികളൊന്നും വേണ്ടെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അലീന ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മിക്സി ഉപയോഗിച്ച് ചെയ്താൽ മതി, അമ്മ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അമ്മയും കഴിച്ചിട്ടില്ലെന്ന് പറയുവാണ്. അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്കും ചിലപ്പോൾ ഇഷ്ടമാകുമായിരിക്കും, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു എന്ന് പറയുമ്പോൾ അലീന അത് ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. അലീന അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നോക്കുവാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ മുറിയുടെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. മുത്തശ്ശി എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഞാനിവിടെ കിടപ്പ് തന്നെയല്ലേ, എങ്ങും പോകുന്നില്ലല്ലോ, പതിയെ കഴിച്ചാൽ മതി എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, അമ്മയ്ക്ക് ബോറടിക്കുന്നുണ്ടല്ലോ, ഞാനിവിടെ ഒരു TV വെച്ച് തരാമെന്നിങ്ങനെ പറയുവാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ വൈജയോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, പക്ഷേ അവൾ അലീന TV കണ്ടിരിക്കുമെന്നും പറഞ്ഞ് എനിക്ക് TV വാങ്ങി തന്നില്ലെന്ന് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്കത് ശരിയാക്കാം, ഒരു TV ഒപ്പിക്കാമെന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ മുത്തശ്ശിയോട് പറയുവാണ്, ഞാൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അമ്മ എന്താ എടുക്കാതിരുന്നത്, സൈലൻ്റ് ആണെന്ന് തോന്നുന്നു, ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയുകയാണ്. അപ്പം മുത്തശ്ശി ഫോൺ കൊടുക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ഫോൺ നോക്കിയിട്ട് ഓൾറെഡി കോൾ റെക്കോർഡിങ്സ് ഒക്കെ ഓണാക്കി വെച്ചേക്കുവാണല്ലോ അലീനെ ആരെയൊക്കെ വിളിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. റെക്കോർഡിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതെല്ലാം വാട്സപ്പ് വഴി ഷെയർ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ഫോൺ തിരികെ കൊടുത്ത് ശരിയാക്കിയെന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഡൈനിങ് ടേബിളിൽ ചെന്ന് കൈ കഴുകി ഇരിക്കുകയാണ്. അലീന ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നാൽ പോയി കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അലീന അകത്തേക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ബാലേന്ദ്രൻ ഫോണായിട്ട് റൂമിലേക്ക് കയറുവാണ് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഷെയർ ചെയ്ത കോൾ റെക്കോർഡിങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അലീന രോഹിത്തിനെ വിളിക്കുന്നതാണ്. രോഹിത്തിനെ വിളിച്ച് ഫോൺ ചോദിക്കുന്ന ആ ഒരു സംഭാഷണമാണ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രന് പകുതി കാര്യങ്ങൾ മനസ്സിലാവും, രോഹിത്താണ് തെറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ അത് കേട്ട് ബാലേന്ദ്രൻ ഒരു ഷോക്കിൽ ഇങ്ങനെ എഴുന്നേക്കുവാണ്. കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നത് രേവതിക്കുട്ടീനെ അലീനെ വിളിക്കുന്ന ഫോൺ സംഭാഷണമാണ്. അപ്പോൾ രേവതിക്കുട്ടി അതിൽ പറയുന്നുണ്ട്, വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ വരുമ്പോൾ നടന്നതൊക്കെ ബാലേന്ദ്രൻ സാറിനോട് പറയണം, ഹരിയും രോഹിത്തും കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറയണം എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അത് കേട്ട് പിന്നെയും ഭയങ്കര ഷോക്കാവുകയാണ്. ബാലേന്ദ്രൻ ഇതെല്ലാം ആലോചിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അലീന ഡൈനിങ് ടേബിൾ തുടച്ച് വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. ആ സീനോടെ എപ്പിസോഡ് അവസാനിക്കുവാണ്.